അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പണ്ടേ ഒരു മാഷ് ഇങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാണ്. നല്ല വിശന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി ഉണ്ടായില്ലേ കൂട്ടത്തില്. അപ്പൊ മാഷ് ഇങ്ങനെ രണ്ടും അത്രയെന്ന് വെച്ചിട്ട് കുട്ടി എണീറ്റ് ഓടി എണീറ്റ് 4 പൊറാട്ടാന്ന് പറഞ്ഞിട്ട് അതൊരു കഥയാണ്. അതിന്റെ സ്ഥലത്ത് വെച്ച് കൊണ്ടുവരണ്ട. എന്തിനപ്പോ അങ്ങനെ ഒരു കഥ പറഞ്ഞത് എന്നറിയാം. AP ഉസ്താദോ അക്കിമസേരിയോ അല്ലെങ്കിൽ പേരോട് ഉസ്താദോ പന്മള ഉസ്താദോ നമ്മുടെ ആലിമീങ്ങള് ആരെങ്കിലും പറയുന്നുണ്ടോന്ന് നോക്കിക്കാണ്. പണ്ട് അറബി തുമ്മിയ കഥ അറിയില്ലേ? അറബി തുമ്മിയപ്പോഴേ ഒരു മലയാളി യർഹമുക്കല്ലാ എന്ന് പറഞ്ഞപ്പോ ഗൾഫിൽ കൊണ്ടുപോയല്ലോ. ഗൾഫിൽ കൊണ്ടുപോയപ്പോ അയലോക്കാരത്തി തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല, നിങ്ങളും പോയിട്ട് റഹ്മുക്കല്ലാ പറഞ്ഞിട്ട് ഒരു വിസ ഉണ്ടാക്കാൻ നോക്കി മനസ്സാന്ന് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ കഥ അല്ലേ. അപ്പോ ഇയാള് പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് അറബി തുമ്മണമെന്ന് നോക്കി. അങ്ങനെ അറബി തുമ്മിയായിക്ക് ഉടൻ തന്നെ ചാടി വീണി റഹ്മുക്കല്ലാന്ന് പറഞ്ഞ മാതിരി. ഹക്കീം അസീർ ഉസ്താദ് എന്തോ പറഞ്ഞു, അപ്പൊ ചാടി ഇറങ്ങി. RSS നിന്ന് അച്ചാരം വാങ്ങിയിട്ട് സ്ക്രീൻഷോട്ട് നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. ഹക്കീം അസീർ ഉസ്താദിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം, അത് കേട്ടിട്ട് ബാക്കി പറ. അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ശബ്ദത്തിലും മിതത്വം വേണം. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ശബ്ദത്തിൻ്റെതാണ്. എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖുർത്തുബി പറയുന്നത്. അമിതമായ ശബ്ദമാക്കരുത്. ദിക്ർ ഉറക്കെ ചൊല്ലിയവരോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇർബഉ ബി അൻഫുസികും, മക്കളെ ഒന്ന് തടി കാത്തോളെ. ലാ തദ്ഉന അസമ്മൻ വലാ ഗായിബൻ, നിങ്ങൾ ചെവിട് പൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല, അള്ളാഹുവിനെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്. മിതമായ ശബ്ദത്തിൽ, തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല. അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം. ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിദൊക്കെ ഓതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം. എല്ലാ ദിവസവും മൗലിദാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ എന്താ അതില് ആ 59 സെക്കൻഡിൽ അസീർ ഉസ്താദ് പറഞ്ഞത് എന്താ? വളരെ നല്ല ഒരു കാര്യമാണ്. സാമൂഹ്യമായിട്ടൊക്കെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അസീർ ഉസ്താദ് പറഞ്ഞത്. അപ്പൊ സ്ക്രീൻഷോട്ട് കണ്ടപ്പോ തന്നെ ഞാൻ ആലോചിച്ചു, ഹക്കീം അസീർ ഉസ്താദ് ഇങ്ങനെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത്. വാർഷിക പറഞ്ഞാൽ നമുക്ക് സോളിഡ് എവിഡൻസ് വേണമല്ലോ പറയുകയാണെങ്കിൽ. അപ്പൊ അതിലിപ്പോ ഹക്കീം അസീർ ഉസ്താദ് എന്താണ് പറഞ്ഞത്? ശബ്ദം താഴ്ത്തി ഉപയോഗിക്കണം, എപ്പോഴും മിതമായ ശബ്ദത്തിൽ സംസാരിക്കണം എന്നതിന് ഖുർത്തുബിന്റെ ഒരു ഇബാറത്തും വായിച്ചു. മുത്തനബിന്റെ ഒരു ഹദീസ് പറഞ്ഞു, സഹാബത്ത് ഉറക്ക ദിക്ർ ചൊല്ലിയ സഹാബികളോട് ചെവി കേൾക്കാത്ത ആളോടൊന്നല്ല നിങ്ങൾ സംസാരിക്കുന്നത് എന്ന രൂപത്തില് റസൂലുള്ളാഹിയുടെ പ്രതികരണം പറഞ്ഞു. എന്നിട്ട് പറയുന്നത് എന്താണ്? വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മൗലിദുകളാണെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് കേൾപ്പിക്കാം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതിന്റെ ബാക്കിയാണ് പിന്നെ പറയുന്നത്. അത് കേൾക്കേണ്ടവർ കേൾപ്പിക്കാം, ആ മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്നിടത്താണെങ്കിൽ അതും വേണ്ടതില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ വല്ലാസില്. അത് പിന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഇത് അതൊന്നും അല്ല. നേരത്തെ പറഞ്ഞ ചെക്കൻ്റെ കൂട്ടം പറഞ്ഞ മാതിരി അറബിക്ക് തഷ്മീദ് പറഞ്ഞതുപോലെ കിട്ടിയ പാട് അതുകൊണ്ട് ഇറങ്ങിക്കാണ്. എന്നിട്ട് ചോദിക്കാണ്, RSS അച്ചാരം വാങ്ങിയിട്ടാണോ നിങ്ങൾ ഈ പണിക്ക് നിൽക്കണത് എന്ന്. ഇവരാണ് സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇവര് ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിന് മുമ്പിലിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? മറ്റുള്ളവർക്ക് നമ്മളെ മുസ്ലിങ്ങൾ ഒന്നാകെ അടിക്കാനുള്ള വടി വെട്ടിക്കൊടുക്കാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആ കേൾക്കുന്ന ഇത് കേട്ടവരെ ആവർത്തിച്ച് കേട്ടാലും മനസ്സിലാകും. ആ പറഞ്ഞത് എന്താണ്? മൗലിദ് സദസ്സുകളൊന്നും മുസ്ലിങ്ങളും മറ്റൊക്കെ ഉള്ള സ്ഥലത്ത് എന്നും ഇങ്ങനെ കേൾപ്പിച്ചിട്ട് പ്രയാസപ്പെടുത്തേണ്ട. അതിപ്പോ ചെറിയ മക്കളുടെ വീടുകളിലൊക്കെ അത് പ്രയാസം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ മൗലിദ് മൈക്കിൽ ഓതണ്ടാന്നോ അത് നിർത്തി വെക്കണമെന്നൊന്നും അസീർ ഉസ്താദ് അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഉസ്താദിന് നമ്മളെ സുന്നി സംഘടന പിന്നെ സുന്നിയെ ഒന്ന് ഇരുത്താനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് ചാടി ഇറങ്ങിയതാണത്. അപ്പൊ അതിന്റെ കാര്യം അത്ര തന്നെ. ഇവരിറക്കുന്ന ഓരോന്നും അങ്ങനെ തന്നെ കളുടെയോ കജുട്ടിയമാരായിരിക്കും മാത്രം. ബഹുമാനപ്പെട്ട സീമലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഖദമിലാണ് എന്നവകാശപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളമായി ശബ്ദമലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുരുവട്ടൂരികൾ ആ മഹാനവറുകളുടെ വാക്കുകൾക്ക് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് ഈ അടുത്ത കാലങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളിലൂടെ അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് മഹാനവറുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്
ഈ കുരുവട്ടൂരികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ടു നോക്ക്. പക്ഷേ മഹാനരായ ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞു വെച്ചു. ഇവിടെ എന്താ പറഞ്ഞു വെച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പോയൊരു ടീമുണ്ട്, അവര് സുന്നിയല്ല. വളരെ വ്യക്തമല്ലേ അത്? സത്യത്തിൽ ഇത് മടവൂർ ശൈഖുനാന്റെ കദമിലുള്ളവർക്ക് സ്വീകാര്യമാണോ? അവകാശവാദം അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാന്റെ കദമിലാണ് നിങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ടല്ലേ മറ്റുള്ള പണ്ഡിതന്മാരൊന്നും ശൈഖുന സിയം വലിയുല്ലാഹി അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ അവർ പുച്ഛിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം കുരുവട്ടൂരികൾ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ച് നടക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ വാക്കുകൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുരുവട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് വിളിച്ചു പറയുക എന്നതിലപ്പുറം ഇവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയുമില്ല. ഞാനിത് പറയാൻ കാരണം ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾക്ക് AP വിഭാഗം സുന്നികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഇവരുടെ എല്ലാവരുടെയും നിയന്ത്രണമുള്ള സാക്ഷാൽ കോമാട്ടുചാൽ മൗലവി തന്നെ പറയട്ടെ. എൻ്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയ്ഖുന ഈ രണ്ട് വ്യക്തികളിലേക്ക് ഇശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാഅത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം, ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാഅത്ത് ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ ഉലമയിൽ കണ്ടതാണ് ഖുത്ബുൽ ആലം നമുക്ക് അവരിലേക്ക് ഇശാറത്താക്കി തന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദിൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇശാറത്താക്കി പറഞ്ഞു തന്നത്, നമുക്ക് അവര് പഠിപ്പിച്ചു തന്ന ആ കർശന നിലപാട്. ഇതിൽ കോമാട്ടുചാൽ മൗലവി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്. എന്തായിരുന്നു ആ പിതാവിനുണ്ടായ അനുഭവം? സമസ്തയിൽ പ്രശ്നമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ സമീപിച്ചുകൊണ്ട് കോമാട്ടുചാൽ മൗലവിൻ്റെ പിതാവും കുറച്ച് പേരും ചോദിച്ചു, ഞങ്ങൾ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കൊടുത്ത നിർദ്ദേശം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള തങ്ങളൊപ്പോയോടും അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിൻ്റെ ഒപ്പവും നിൽക്കണമെന്നായിരുന്നു. ഇത് മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്താകുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് മൗലവിയുടെ പിതാവിനോട് പറയുന്നത്. ഈ പിതാവിനോട് പറഞ്ഞ കാര്യം ഈ കാലയളവിനുള്ളിൽ ഒരിക്കലും ഒരു തിരുത്തു വന്നിട്ടില്ല. പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിൽ അത് ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്ന് സിയം വലിയുല്ലാഹി പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പറയുന്നത് എപ്പോഴാണ്? ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്തായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം, തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം പൊതുസമൂഹത്തോട് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു തിരുത്തും വന്നിട്ടില്ല. ആ തിരുത്താത്ത നിർദ്ദേശത്തെ പച്ചക്ക് പുച്ഛിക്കുകയാണല്ലോ നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതോ മഹാനവറുകളുടെ പദമിലാണ്. നിങ്ങൾ എന്തവകാശമാണിത് പറയാൻ? മഹാനവറുകൾ പറഞ്ഞ ആ പച്ചയായ വാക്കുകളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ശംസുൽ ഉലമ മഹാനവറുകൾ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഒന്നിരിക്കും നിങ്ങൾ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞ, മഹാനവറുകൾ സഞ്ചരിച്ച, മഹാനവറുകൾ നിർദ്ദേശിച്ച റൂട്ടിൽ പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പലരെയും അംഗീകരിച്ചു, ഞങ്ങൾ അവരെ ആളുകളാണെന്ന് പറഞ്ഞ് അവസാനം ഇപ്പോൾ ഞങ്ങൾക്ക് അവരൊന്നും വേണ്ട എന്ന് പറയുന്നത് പോലെ പച്ചക്ക് പറഞ്ഞേക്ക്. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞേക്ക്. പറയാൻ കഴിയില്ലല്ലോ, കാരണം നിങ്ങൾ ആപ്പീസ് കൂട്ടും, നിങ്ങൾ ആപ്പീസ് കൂട്ടിപ്പോയേണ്ടി വരും. ബഹുമാനപ്പെട്ടവരുടെ പേരും പറഞ്ഞ് മൗലൂദോതി ഉറൂസ് നടത്തി കുറേ കാശുണ്ടാക്കുക എന്നതിലപ്പുറം ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളോട് ഒരൽപ്പം പോലും താല്പര്യമോ ബന്ധമോ നിങ്ങൾക്കില്ല എന്നാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് കുരുവട്ടൂരികളോട് പറയുന്നു, നിങ്ങൾ ഒന്നുകിൽ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുടെ കദമിൽ നിൽക്കുക, ഇല്ലെങ്കിൽ വഹാബികളെ എതിർക്കുന്നത് പോലെ മഹാനവറുകളെ എതിർത്ത് ജീവിക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ
ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.